തിരുവനന്തപുരം കോർപ്പറേഷനിൽ SSC വിഭാഗത്തിൽപ്പെട്ട BPL യുവതികൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള ഫണ്ട് വെട്ടിച്ച സംഭവത്തിൽ പ്രതികളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്ന് കേരള പരവർ സർവീസ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിർധനരായ പട്ടികജാതി വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. സംഭവത്തിൽ അറസ്റ്റിലായവർക്ക് വിജിലൻസ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുന്നതിന് വഴിയൊരുക്കിയത് നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലുണ്ടായ വീഴ്ചയാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സാമ്പത്തിക വർഷവും 2021-22 സാമ്പത്തിക വർഷവുമാണ് ഈ ഒരു തട്ടിപ്പ് എന്ന് തന്നെ പറയാം. ഈ രീതിയിലുള്ള ഫണ്ടിൻ്റെ തിരിമറി നടന്നിട്ടുള്ളത്. 2020-21 സാമ്പത്തിക വർഷത്തിൽ SC വിഭാഗത്തിനാണ് സ്വയം തൊഴിലിന് വനിതകൾക്കുള്ള ഫണ്ട്. അതായത് അതേപോലെ തന്നെ 21-22 ജനറൽ വിഭാഗത്തിലുള്ള SC ഗുണഭോക്താക്കൾക്കാണ് സ്വയം തൊഴിലിനുള്ള സബ്സിഡി ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ആ ഫണ്ടാണ് ചില ഉദ്യോഗസ്ഥന്മാരുടെയും പ്രൊമോട്ടർമാരുടെയും ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെയും ഒക്കെ അറിവോടുകൂടി ഫണ്ട് തിരിമറി നടന്നിട്ടുള്ളത്. അതായത് യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് കിട്ടാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഈ ഫണ്ടിൻ്റെ തിരിമറി നടന്നിട്ടുള്ളത്. ഇതിനെതിരെയാണ് പട്ടികജാതി സംഘടന എന്ന നിലയിൽ ഞങ്ങളൊരു വിഭാഗം, കോഴിക്കോട് ജില്ലയിലെ ഒരു വിഭാഗം ആൾക്കാർ, SCയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ ഇതുമായി സമരരംഗത്തേക്ക് ഇറക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്ര സമ്മേളനം നടത്തുന്നത്. തുടർ നടപടിയായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി ബഹുമാനപ്പെട്ട MLAക്കും MP-ക്കും പിന്നെ SC മിനിസ്റ്റർക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു തിരിമറി കാണാൻ കഴിഞ്ഞത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ട ഉദ്യോഗസ്ഥനെ ഈ ഒരു അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ആയഞ്ചേരി മുക്കടത്തും വയലിലെ കുനിമൽ രാജീവന്റെ കൊലപാതകത്തിൽ 3 മാസം കഴിഞ്ഞിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്നും കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.